അസ്സാം വലൈക്കും വറഹമത്തുള്ള അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസുഹാബി അജ്മൈൻ അമ്മാബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വളരെ ദാരുണമായ ഒരു വാർത്ത നമ്മൾ കേട്ടു. അതായത് ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വിവാഹത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയാണ്, സ്പോട്ടിൽ നിന്ന് മരിക്കുകയാണ്. അപ്പോൾ ആ വിവാഹം യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെയും ഈ മരണപ്പെട്ട വ്യക്തിയുടെയും മാതാപിതാക്കൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ അതിനെ അവസാന സമയത്ത് സപ്പോർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലാതെ ആ വിവാഹത്തിലേക്ക് പോകുന്ന വഴിക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ കക്ഷി മരണപ്പെടുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലുള്ള മരണങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന മരണങ്ങളാണ്, അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ വെറുതെ ഈ ഒരു ന്യൂസ് വന്നതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ, ആളുകൾ ഇത്തരം കാര്യങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് കിട്ടാൻ നമുക്ക് കമൻസ് നോക്കിയാൽ അറിയാലോ. ഇപ്പോൾ വെറുതെ കുറഞ്ഞൊരു സമയം എടുത്തിട്ട് ആ കമൻസ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ അതിൽ ധാരാളം ആളുകൾ ഈ പാരൻസിനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അവർക്ക് സമാധാനമായില്ലേ, അങ്ങനെയുണ്ട്, മരിച്ചു കിട്ടിയപ്പോൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ അതിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആളുകളുടെ മനോഗതികളെക്കുറിച്ച്. ഈ മരണപ്പെട്ട വ്യക്തിയെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സത്യത്തിൽ എവിടെയും ഈ മരണപ്പെട്ടതിൻ്റെ കമൻറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു കമൻറ്റ് പറയേണ്ടതില്ല. നമ്മൾക്കിപ്പോൾ സാധാരണഗതിയിലൊരു ആൾ മരണപ്പെടുമ്പോൾ ആ വിഷമത്തിലും ദുഃഖത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പങ്കുചേരുന്നു, അവരെ നമ്മൾ സമാശ്വസിപ്പിക്കുന്നു എന്നുള്ളത് ഏതൊരു മരണത്തിലും നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളുള്ളൂ. ആ സന്ദർഭങ്ങളെ ഒരിക്കലും പരിഗണിക്കാതെ അവിടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും തങ്ങൾക്ക് പറയാനുള്ള എതിർപ്പുകളും മനസ്സിൻ്റെ വർഗീയതയും ഒക്കെ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ കാര്യം. ഇപ്പോൾ സൗദിയിൽ യു എയിൽ മരണപ്പെട്ട ആ കുട്ടികളുടെ കാര്യത്തിൽ കമൻ്റ് ഇട്ട ഒരാൾക്ക് നേരെ ഉണ്ടായ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഒന്നാമത് നമ്മളെല്ലാവരും ഇത്തരം കമൻറ്റുകൾ ഇടുമ്പോൾ, പ്രത്യേകിച്ച് മരണപ്പെട്ട ഒരാളുടെ വാർത്തക്ക് താഴെ വന്ന് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാന്നുള്ള ഒരു പ്രധാനം. അതിലുപരി എന്താണ് ഇതിലെ ശരി തെറ്റുകൾ? ഈ കുട്ടികളുടെ അടുക്കലാണോ തെറ്റ്, അതോ ഇവരെ വിവാഹം നടത്താൻ അനുവദിക്കാത്ത പാരൻസിൻ്റെ അടുക്കലാണോ തെറ്റ്? ഇവൻ അവസാന സമയം പാരൻസിനെ അതിൽ സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം വീട്ടിൽ വന്ന് അവരോട് അപേക്ഷിച്ചു, അവർ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്നു. അതിൽ വസ്തുതകൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്താണ് ഇതിൽ ഉള്ളൊരു ശരി, എന്താണ് അതിൻ്റെ സമീപനം എന്ന് പൊതുവേ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന്, നമ്മുടെ മക്കളെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു, അവർ നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. മിക്കവാറും ഒന്നോ രണ്ടോ കുട്ടികളൊക്കെയാണ് ആളുകൾക്ക് ഇപ്പോൾ പുതിയ തലമുറയിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു സ്വപ്നമാണല്ലോ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ, ഒരു ഭയങ്കര സ്വപ്നമാണ്. അപ്പോൾ ഒരു കുട്ടിൻ്റെ കാര്യത്തിൽ അവൻ്റെ പഠനം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ആരോഗ്യം, എല്ലാ കാര്യത്തിലും അതീവ സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്ന മാതാപിതാക്കൾ ആ വിവാഹത്തിലും ഒരു ശ്രദ്ധ പുലർത്തുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചില അഭിപ്രായങ്ങളുണ്ടാവും, ചില സങ്കല്പങ്ങളുണ്ടാകും. അതനുസരിച്ചൊരു വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായി അവർക്ക് യോജിക്കാൻ പറ്റാത്ത, അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അന്വേഷണങ്ങളും വിവാഹബന്ധങ്ങളും വരുമ്പോൾ അവർ വല്ലാതെ വിഷമിക്കും. അപ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും, അവർക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് കണിശമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ആരാണെങ്കിലും മക്കളുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സമീപനം. അതുകൊണ്ട് പാരൻസിനെ നമുക്ക് ഈ കാര്യത്തിൽ അങ്ങനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് സാധ്യമായൊരു കാര്യമല്ല. ഇനി നമ്മൾ ഇവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയാം, അവന് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാതെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് പ്രായപൂർത്തിയായില്ലേ, അവർക്ക് അവരുടെ കാര്യത്തെക്കുറിച്ച് ബോധമല്ലേ, അവരുടെ ജീവിതം അപകടപ്പെടുമല്ലോ എന്നൊക്കെ അവർക്ക് ചിന്തിക്കാനില്ലേ, ഇനി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് അവരനുഭവിച്ചുള്ളൂ, അവർ സഹിച്ചു കൊള്ളൂലേ, എന്തിനാണ് പാരൻസ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായും ചോദിക്കുന്ന കമൻറ്റുകൾ കാണാൻ പറ്റും. അവിടെ നമുക്ക് പറയാനുള്ള കാര്യം, സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അഫെയറായി വരുന്ന മാരേജുകൾക്ക് ഒരു വിവാഹത്തിൻ്റെ വിജയസാധ്യതകൾ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അവിടെ അന്വേഷണങ്ങൾക്ക് എന്തില്ല, യാതൊരു വിധത്തിലുള്ള വിലയുമില്ല. കാരണം
ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിലെത്ര തന്നെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യുക. അങ്ങനെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിവാഹങ്ങൾ പരസ്പരം പരിചയപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം വാശി പിടിച്ച് നടത്തുമ്പോൾ അവിടെ രണ്ടുപേരുടെയും ഭാവിയിൽ അതെന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പല നിലക്കും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ഫ്രണ്ട്സ് ആയി പോകുന്നത് പോലെയുള്ള ഒരു വിവാഹം എന്ന് പറയുമ്പോൾ പ്രേമത്തിലൂടെ ഒരു വിവാഹം, ഒരു പരസ്പരം കൂട്ടുകാരാകുന്ന ആളുകൾ അടുത്ത ഘട്ടത്തിൽ അവർ വിവാഹത്തിലേക്ക് പരിവർത്തിക്കപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ ഒരു പിന്നെ സ്ഥാനത്തിന് വേണ്ടി ഭർത്താവ് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർ ഫ്രണ്ട്സായിട്ട് വന്നതാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഏടാപോടാ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബന്ധത്തിൽ അവിടെ പിന്നെ ഒരു റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ വിവാഹത്തിൻ്റേതായ ഒരു കുടുംബജീവിതത്തിന് ശ്രമിക്കുക, പല പ്രയാസങ്ങളും വരും. ഇതൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിവാഹം ഒരു അന്വേഷണത്തിലൂടെ വരുന്ന വിവാഹമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ ഉണ്ടായിപ്പോയി അതതിൻ്റെ പാരമ്യതയിലെത്തി അവർക്ക് പിരിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്, നമ്മൾ വാശി പിടിച്ച് നോക്കി, നമ്മൾ പരമാവധി അവരെ കൺവിൻസ് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും പറ്റാതെ വരുമ്പോൾ വിവാഹം എന്നത് ഹലാലായൊരു പ്രക്രിയയാണല്ലോ. അപ്പോൾ നമ്മളതൊരു ആത്മഹത്യയിലേക്കോ മാനസിക വിഭ്രാന്തികളിലേക്കോ ഒക്കെ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവും തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഷർറ് ഒരു ആത്മഹത്യയോ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാം, സ്വാഭാവികമായി അതൊരു നിക്കാഹായി പരിണമിക്കട്ടെ, ജീവിക്കണത് അവരെ ഹലാലായി ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടം അതിനുണ്ട്. അതൊരു അവസാന ഘട്ടമാണെന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും വാശി പിടിക്കുന്നതും തിരിഞ്ഞു നിൽക്കുന്നതും ഒക്കെ പലപ്പോഴും പല അപകടങ്ങളിലേക്കും നയിച്ചേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും മുൻകൂട്ടി തന്നെ നമ്മുടെ കുട്ടികളേക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്.